ഹലോ, ഇന്നൊരു ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരമൊന്നും പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ ഈ തൃശ്ശൂരിലുള്ള പീച്ചി ഡാമിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. വെക്കേഷൻ ആയ സമയത്ത് ഞാനും ചേച്ചിയും കുട്ടികളെയും കൊണ്ട് എവിടേക്ക് പോവാമെന്ന് ആലോചിച്ച് അവസാനം കണ്ടെത്തിയതാണ് കേട്ടോ നമുക്ക് പീച്ചി വരെ ഒന്ന് പോവാമെന്ന്. അപ്പോൾ പീച്ചി ഡാമിലേക്ക് നമ്മൾ ഏകദേശം ഉച്ചയാകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് സാവകാശം ഇറങ്ങി നമ്മളൊരു 2:30 കൂടിയിട്ട് നമ്മൾ പീച്ചി ഡാമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്തിയത് നമ്മൾ കാണുന്ന കാഴ്ച കുരങ്ങനെയാണ്. അപ്പോൾ ആ കുരങ്ങൻ്റെ പിന്നാലെ വഴിക്ക് ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളും ഞങ്ങളും അത് നോക്കി നിൽക്കുകയായിരുന്നു. പിന്നെ നേരെ നമ്മൾ ഈ ഡാമിൻ്റെ അധികം ഇങ്ങനെ പോകുമ്പോൾ ഇതാ വെള്ളം വരുന്ന ഡാം ഷട്ടർ തുറന്ന് വെള്ളം വരുന്ന ഭാഗം നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ അന്തരീക്ഷം ആയാലും കാലാവസ്ഥ ആയാലും നമുക്ക് അനുകൂലമായ പോലെ തോന്നി. കാരണം കുട്ടികളും കൊണ്ട് ഉച്ച നേരത്ത് വരുമ്പോൾ നമ്മൾ വെയിലൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന വെയിലൊന്നും ഉണ്ടായില്ല. നേരെ നമ്മൾ വ്യൂ പോയിൻ്റ് കാണാനാണ് പോയത്. പക്ഷെ അവിടെ കയറിയത് നമുക്ക് മഴ കിട്ടിയപ്പോൾ നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാഴ്ച കാണാനായിട്ട്. ആ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളിത് താഴത്തേക്ക് ഇറങ്ങിയതും പിന്നെയുള്ളത് കുട്ടികളുടെ പാർക്കായിരുന്നു. പക്ഷെ അവിടെ പിള്ളേർക്ക് കളിക്കാനായിട്ട് സാധിച്ചില്ല. കാരണം മഴയൊക്കെ പെയ്താകാൻ നനഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിഷമത്തിലായിരുന്നു പിള്ളേർ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുകളിലേക്ക് കയറിയതും ഈ ഊഞ്ഞാല ആണ് കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അവനെ ആടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ ആട്ടി കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ കുറച്ചൊക്കെ നടന്നു. അതേനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്താ കാടിൻ്റെ ഉള്ളിൽ പോയ പോലെയൊക്കെ നമുക്ക് തോന്നി. പിന്നെ അവിടെ കൊട്ടവഞ്ചി സവാരിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതിലൊന്നും കയറിയില്ല. ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ നമ്മൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ ഈ ഗാർഡൻ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ കാലാവസ്ഥ നല്ലതായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വലിയ രീതിയിൽ സ്ട്രെസ്സൊന്നും തോന്നാതെ അവിടെ ഓടിക്കളിക്കാനൊക്കെ സാധിച്ചു കേട്ടോ. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മളിത് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ചെല്ലുമ്പോഴാണ് ഈ ഡാമിൻ്റെ ഒരു വ്യൂ കാണുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, അയ്യോ അവിടെ നിന്ന് വെള്ളം കൂടി വരുന്ന കാഴ്ചയുണ്ടായിരുന്നു, എന്ത് ഭംഗിയായേനേലെന്ന്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ആ കാഴ്ചയൊക്കെ കണ്ട് ഓരോ ബജ്ജിയൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ശക്തനിലേക്കുള്ള വണ്ടികളുണ്ട്. പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ നേരെ ബസ്സിന് തൃശ്ശൂരെത്തിയപ്പോൾ ഞങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് മാറി. കാരണം എന്തായാലും ഇവിടെ വരെ എത്തിയതല്ലേ, പാർക്കൊക്കെ ഒന്ന് കണ്ടു പോകാമെന്ന് വെച്ച് നമ്മൾ പാർക്കിലേക്കാണ് കേട്ടോ പോയത്. എത്തിയപ്പോൾ പിള്ളേർക്ക് ഒന്നിലും കയറണ്ട, ഒന്നും ചെയ്യണ്ട. പക്ഷെ പിന്നെ ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി കേട്ടോ. അവനൊക്കെ ആദ്യം ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു. പിന്നെ ചേച്ചി ചേട്ടനും കളിക്കണ കണ്ടപ്പോൾ അവരുടെ കൂടെ കയറി കളിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ കളിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. വീട്ടിലെത്തി ഓണൊക്കെ കഴിയുമ്പോഴേക്കും നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ പെയ്യുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്രേനെ ബുദ്ധിമുട്ടിക്കുന്ന മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടായത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ ഇന്നത്തെ ദിവസം പിള്ളേർ നല്ല ഹാപ്പി ആയിരുന്നു, കൂട്ടത്തിൽ ഞങ്ങളും ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.